ഒരു സാഹചര്യത്തെയോ വ്യക്തിയെയോ ഓർത്ത് ഭയപ്പെടരുത്. കാരണം ഇവ രണ്ടും നിങ്ങളുടെ പ്രതികരണമില്ലാതെ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നമ്മുടെ വിഷമങ്ങളും ദേഷ്യവും ആവശ്യമില്ലാത്ത ചിന്തകളും മനസ്സിൽ നിന്നും മാറ്റിവെച്ചാൽ പകുതി പ്രശ്നങ്ങളും ഇല്ലാതാകും. മനസ്സിനെ ശാന്തമാക്കുക. പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടും. നിങ്ങളെ മുഖസ്തുതി പറയുന്നവർ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് പറയുന്ന ആളാണ് നിങ്ങളുടെ മിത്രം. എത്ര മോശം ജലത്തിലും താമര വിരിയും. അതുപോലെയാണ് മനുഷ്യജീവിതവും. മൂല്യങ്ങൾ ഉള്ളയാൾ എവിടെ പോയാലും മലിനമാകുകയില്ല. ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പുറത്തെയുള്ള ആൾക്ക് തോന്നണം താൻ സ്നേഹിക്കപ്പെടുകയാണെന്ന്. മനസ്സ് നീറുന്ന സമയത്ത് ചിരിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ വരദാനമാണത്. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. സന്തോഷമായിരിക്കാൻ രണ്ട് വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. അപമാനിച്ചവരെ കൊണ്ട് അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് പറഞ്ഞ് അടിച്ചമർത്തിയവർക്ക് മുമ്പിൽ അതിഗംഭീരമായി തലയുയർത്തി നിന്ന് കാട്ടിക്കൊടുക്കണം. ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത്. അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു. ബുദ്ധിമാന്മാർ പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പിന്മാറുന്നത്. വിഡ്ഢികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നുകിൽ അവരെ പോലെ ആകണം, അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഇത് രണ്ടും കഴിയാത്തത് കൊണ്ടാണ് അവർ പിന്മാറുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ജീവിക്കാൻ അറിയുന്ന ഒരാൾ സുഖസൗകര്യങ്ങൾ ഇല്ലാതെയും സന്തോഷമായി തുടരുന്നു. എങ്ങനെ ജീവിക്കണമെന്ന് അറിയാത്തവൻ സുഖസൗകര്യങ്ങളിൽ പോലും അസന്തുഷ്ടനായി തുടരുന്നു. സന്തോഷം മനസ്സിൻ്റെ ഒരു വികാരമാണ്. വിജയത്തിൽ നിന്നല്ല ശക്തി ഉണ്ടാവുന്നത്. ജീവിത സാഹചര്യങ്ങളാണ് ശക്തി നൽകുന്നത്. കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴും അതിന് കീഴടങ്ങില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് യഥാർത്ഥ ശക്തി. ചവിട്ടി താഴ്ത്തുന്നതിൻ്റെ ശക്തിയും വേഗവും കൂടുന്നതിനനുസരിച്ച് മുന്നോട്ടോടുന്ന വേഗം കൂട്ടുന്ന സൈക്കിൾ തന്നെയാണ് ഏറ്റവും നല്ല മോട്ടിവേഷൻ. തളർന്ന് വീഴുമെന്ന് തോന്നിയാലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു അത്ഭുതം നിങ്ങളെയും തേടി വരും. എല്ലാ കാലത്തും സങ്കടം അനുഭവിക്കാൻ ദൈവം അനുവദിക്കില്ല. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതിനനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ഒരു വിഷയത്തോടുള്ള പ്രതികരണം മൂലമാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. അതിനാൽ എങ്ങനെ പ്രതികരിക്കണം എന്നത് വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കുക. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്.